യെസ്, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഈ കാഴ്ച അത്ര വലിയ പ്രിയപ്പെട്ടതാണ്. വലിയ ആവേശം അവരിൽ നമ്മൾ കാണുകയാണ്. കായിക താരങ്ങളെ പോലെ തന്നെ ആവേശത്തോടു കൂടി ഇവിടെ നാട്ടിലെത്തിയവർ സംസാരിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്ന് നമ്മുടെ ഊട്ടുപുരയിലേക്ക് പോവുകയാണ്. അവിടെ പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഫുഡ് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പഴയടം പറഞ്ഞിരുന്നു. നമ്മുടെ കായിക താരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം തയ്യാറാക്കിയ പ്രോട്ടീൻ നിറഞ്ഞ ഭക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഇസത്ത് സുൽഫിക്കർ നമുക്കൊപ്പം ഊട്ടുപുരയിൽ നിന്ന് ചേരുകയാണ്. ഇസത്ത്, അവിടെ എന്തൊക്കെയാണ് രാവിലെ? മുട്ട, പാല്, പഴം, ഇതല്ലാതെ മറ്റെന്താണ് കൂടുതലുള്ളത്? മാഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണാം, കുട്ടികൾ മുട്ടയും റോസ്റ്റും ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഒപ്പം പാലുണ്ട്. ഇതിനുശേഷം ഇവർക്ക് ഒരു കപ്പ് പാലും കൂടെ നൽകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കുട്ടികളെല്ലാം നല്ലത് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഈ കായിക ഇനമായതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിറ്റ് ഈ ട്രാക്കിലേക്ക് കാണിക്കേണ്ടതിന് തന്നെ പ്രോട്ടീൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡുകളാണ് ഈ ഊട്ടുപുരയുടെ പ്രധാനപ്പെട്ട ആകർഷണം. ടീച്ചറെ, എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? ഭക്ഷണം അടിപൊളിയായിരുന്നു, നല്ല ഭക്ഷണം. ഈ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ തന്നെയല്ലേ ഇതിന്റെ പ്രധാനം? ഇന്നാണ് എനിക്കിത് തിന്ന് കഴിക്കാൻ സാധിച്ചത്. പക്ഷെ രാവിലത്തെ ഫുഡ് നന്നായിട്ട് പ്രോട്ടീൻ റിച്ച് ആണ്. കാരണം മുട്ടയുണ്ട്, പഴമുണ്ട്, സാമ്പാറും ഇഡ്ഡലി ഒക്കെ നല്ല ഭക്ഷണങ്ങളാണ്. അത് അധ്യാപിക പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡുകളാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാലും ചേരുന്നു. സാറേ, നമ്മുടെ ഈ സ്പോർട്സ് മേള ഒളിമ്പിക്സ് ആണല്ലോ, സ്കൂൾ ഒളിമ്പിക്സ് വളരെ വിപുലമായ പരിപാടിയാണ്. 22,000-ലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ഈ കുട്ടികളെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കാൻ വന്നതാണ്. പഴയിടത്തിൻ്റെയാണ് നമ്മുടെ ഭക്ഷണം. നല്ല ഇഡ്ഡലിയും പഴമൊക്കെയാണ് രാവിലെ. നല്ല ഒന്നാന്തരം ഭക്ഷണം, ഉച്ചയ്ക്കും ഒക്കെ നല്ല ഭക്ഷണമുണ്ട്. വലിയൊരു അടുക്കളയാണ്, നിറഞ്ഞ് സന്തോഷത്തോടാണ് എല്ലാവരും വരുന്നത്. സന്തോഷകരമായ കാര്യം. മന്ത്രി എപ്പോഴും പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ തന്നെയാണ് മന്ത്രി താല്പര്യപ്പെടുന്നത്. ഞാനിപ്പം ഇന്ന് ഇഡലിയും പഴമേ കഴിച്ചുള്ളൂ. അത് അത്ര പ്രോട്ടീൻ റിച്ച് അല്ല. മുട്ടയപ്പോൾ ഒഴിവാക്കിയതാണ്. ഇന്ന് മുട്ട കഴിച്ചില്ല. മുട്ട കഴിക്കും, അല്ലെ എല്ലാം കഴിക്കും. പക്ഷെ ഇന്നിപ്പം ഇഡലിയും പഴം മാത്രമേ കഴിച്ചു. അതേ, മന്ത്രി പറയുന്ന പോലെ തന്നെ പ്രോട്ടീൻ നിറഞ്ഞ ഒരു ഊട്ടുപുരയാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്.